irreducible polynomial. First, let us look at the definition of irreducible polynomial. A non-constant polynomial f of x belongs to capital F of x is irreducible over f, or a non-constant polynomial f of x belongs to capital F of x is an irreducible polynomial in capital F of x if f of x cannot be expressed as a product g of x into h of x of two polynomials in capital F of x. Both of them are lower degree than the degree of f of x. Okay. അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ റിംഗ് ആണ്. ഈ പോളിനോമിയൽ റിങ്ങിലുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്ന് പറയുന്നെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഓർ ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെന്ന് പറയുന്നെങ്കിൽ വി കനോട്ട് എക്സ്പ്രസ് ദിസ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് two functions g of x into h of x such that both of them are lower degree than the degree of f of x. ഈ എഫ് ഓഫ് എക്സിനെ ആ എഫ് ഓഫ് എക്സിനേക്കാളും കുറഞ്ഞ ഡിഗ്രിയുള്ള രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ ഇറഡ്യൂസിബിൾ ആണെന്ന് പറയും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ ആ എഫ് ഓഫ് എക്സിനേക്കാളും കുറഞ്ഞ ഡിഗ്രിയുള്ള രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ എഫ് ഓഫ് എക്സ് റിഡ്യൂസിബിൾ ആണെന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെന്നും പറയും. നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെയാണ്. അതായത് എ പോളിനോമിയൽ എ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് g of x and h of x such that the degree of g of x and h of x are less than the degree of f of x. Okay. ഇനി നമുക്ക് ഒരു തിയറമാണുള്ളത്. തിയറം 27.27. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കീ പോയിൻറ്റ്സ് നോക്കാം, അതിനുശേഷം തിയറം ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോറി, തിയറം 27.25. ഓക്കെ, കീ പോയിൻറ്റ്സ് ഇതാണ്. ഫസ്റ്റ് വൺ, ഇഫ് എ ഈസ് എ യൂണിറ്റ് ഇൻ എ ആർ ഇംപ്ലൈസ് ആർ ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റിസൾട്ട്സാണ് പറയുന്നത്. എ എന്ന് പറയുന്നത് ആറിലെ ഒരു യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ആർ എന്ന റിങ്ങിനെ ആ യൂണിറ്റ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതായത് ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു ദ ഐഡിയൽ എ. ദറ്റ് സെക്കൻഡ് റിസൾട്ട്, ഇൻ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എവരി മാക്സിമൽ ഐഡിയൽ ഈസ് പ്രൈം ഐഡിയൽ. ഇത് നമ്മൾ പ്രൂഫ് അടക്കം പഠിച്ചതാണ്. ഏതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എടുക്കുകയാണെങ്കിലും അതിനകത്തുള്ള എല്ലാ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസ് ആയിരിക്കും. ദെൻ തേർഡ് പോയിൻറ്റ്, ഇഫ് ക്യാപിറ്റൽ എഫ് ഈസ് എ ഫീൽഡ് എവരി ഐഡിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം 27.24 അല്ലേ. ഒരു എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ പോളിനോമിയൽ റിംഗ് എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. ഈ മൂന്ന് റിസൾട്ട്സാണ് നമുക്ക് ഈ തിയറത്തിൽ ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തിയറം നോക്കാം. തിയറം 27.25. ഓക്കെ, an ideal generated by p of x not equal to 0 is maximal ideal in capital F of x if and only if p of x is irreducible over f. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഈ പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയലിനെ കൺസിഡർ ചെയ്യുന്നു നോട്ട് ഈക്വൽ ടു 0. ആൻഡ് അങ്ങനെയാണെങ്കിൽ ആ ഐഡിയൽ ഈസ് സെറ്റ് ടു ബി എ മാക്സിമൽ ഐഡിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് പി ഓഫ് എക്സ് ഈസ് എ ഇറഡ്യൂസിബിൾ ഓവർ എഫ്. ഓക്കെ, ഈ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ മാക്സിമൽ ഐഡിയലാണെന്ന് പറയും. ഓക്കെ, ഇനി തിരിച്ച് ഈ പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സപ്പോസ് ദാറ്റ് the ideal generated by p of x not equal to 0 is maximal ideal in capital F of x. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സപ്പോസ് ചെയ്യണം പി ഓഫ് എക്സ് ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്.
അങ്ങനെയാണെങ്കിൽ ഈ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഈ ഐഡിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. അപ്പോൾ മാക്സിമൽ ഐഡിയലാണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്. ഇത് ഇറഡ്യൂസിബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സിൻസ് ദിസ് ഐഡിയൽ ഈസ് എൻ മാക്സിമൽ ഐഡിയൽ, ഈ ഐഡിയൽ ഒരു മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് തന്നെ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ മാക്സിമൽ ഐഡിയൽ വി ക്യാൻ സേ ദാറ്റ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ആറ് റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ആറിനകത്തുള്ളൊരു മാക്സിമൽ ഐഡിയലാണെങ്കിൽ ആ എൻ ഒരിക്കലും ആറാവില്ല, കംപ്ലീറ്റ് റിംഗ് ആവില്ല അല്ലേ. ഒരു ഐഡിയലിനെ നമ്മളൊരു മാക്സിമൽ ഐഡിയൽ ഇൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഐഡിയൽ ഒരിക്കലും കംപ്ലീറ്റ് റിംഗ് ആവില്ല. ഓക്കെ, സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് മാക്സിമൽ ഐഡിയൽ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ദ കംപ്ലീറ്റ് റിംഗ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, now this implies the ideal generated by p of x not equal to capital F of x implies p of x is not a unit. ഓക്കെ, അതാണ് നമ്മൾ കീ പോയിൻറ്റ്സിൽ ആദ്യത്തെ പറഞ്ഞ പോയിന്റ് നോക്കുക. ഇഫ് എ ഈസ് എ യൂണിറ്റ് ഇൻ ആർ ഇംപ്ലൈസ് ആർ ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. ആറിനകത്തുള്ളൊരു യൂണിറ്റാണ് എ എങ്കിൽ ആ യൂണിറ്റ് കൊണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് റിങ്ങിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമുക്ക് ഇതിന് തിരിച്ചെങ്ങനെ ഇതിന് നെഗേഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇഫ് യു ഈസ് എ യൂണിറ്റ്, ഇത് നെഗേഷൻ എങ്ങനെ പറയും? ഇഫ് ആർ നോട്ട് ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ യു ദെൻ വിച്ച് ഇംപ്ലീസ് ദാറ്റ് എ ഈസ് നോട്ട് എ യൂണിറ്റ് ഇൻ ആർ അല്ലേ. ഇതിന് നെഗേഷൻ എങ്ങനെ പറയാൻ പറ്റും? ഇഫ് ആർ നോട്ട് ഈക്വൽ ടു ദ റിംഗ് the ideal generated by u implies a is not a unit. ഓക്കെ, അപ്പം ഇവിടെ എന്താ നമുക്കുള്ളത്? the ideal generated by p of x not equal to f of x which means this p of x is not a unit. Okay, now we let p of x equal to f of x into g of x. Okay, we let p of x equal to f of x into g of x be a factorization of p of x in capital F of x. Capital F of xയിലുള്ള p of xൻ്റെ ഒരു ഫാക്ടറൈസേഷനാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആ പി ഓഫ് എക്സിനെ ആ പി ഓഫ് എക്സിനേക്കാളും കുറവ് ഡിഗ്രിയുള്ള രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിക്കേണ്ടത്. പക്ഷേ ഓൺ കോൺട്രഡിക്ഷൻ വി സപ്പോസ് ദാറ്റ് പി ഓഫ് എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ടു ലോവർ ഡിഗ്രി പോളിനോമിയൽസ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. ഇങ്ങനെ രണ്ട് പി ഓഫ് എക്സിനേക്കാളും കുറഞ്ഞ ഡിഗ്രിയുള്ള പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് പി ഓഫ് എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. ഓൺ ദ കോൺട്രറി ഓക്കെ, അപ്പോൾ നമ്മളെ അസംഷൻ അനുസരിച്ച് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സും ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സും ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ആണ്. ഓൺ കോൺട്രറി വി സപ്പോസ് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ അസംഷൻ തെറ്റാണെന്നാണ് നമുക്ക് ഈ പ്രൂഫിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നമ്മൾ എടുത്തേക്കുന്നത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു മാക്സിമൽ ഐഡിയലാണ് ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അത് നമുക്കറിയാം ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് അല്ലേ. ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. ആൻഡ് വി ഹാവ് എ റിസൾട്ട് ഇൻ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എവരി മാക്സിമൽ ഐഡിയൽ ഈസ് പ്രൈം ഐഡിയൽ. ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിനകത്ത് എല്ലാ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസാണ്. So, since this ideal generated by p of x is a maximal ideal in capital F of x and this capital F of x is a commutative ring with unity, we can say that the ideal generated by p of x is a prime ideal also. Okay. Now, we have p of x belongs to the idea generated by p of x അല്ലേ. p of x എന്ന് പറയുന്നത് എന്തായാലും the idea generated by p of x ഉണ്ടാവും. ഓക്കെ, this implies
by our assumption, what is our p of x? P of x equal to f of x into g of x. That is f of x into g of x belongs to the ideal generated by p of x. Okay. And ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് the ideal generated by p of x is a prime ideal എന്നാണ് കിട്ടിയിരിക്കുന്നത്. So by the definition, if n is ഒരു n എന്ന് പറയുന്ന ഒരു prime ideal ആണെങ്കിൽ അതിൻ്റെ a b belongs to n ആണെങ്കിൽ by the definition of a prime ideal either a belongs to n ആയിരിക്കും or b belongs to n ആയിരിക്കും അല്ലേ. So since the ideal generated by p of x is a prime ideal and f of x into g of x belongs to the ideal generated by p of x implies either this f of x belongs to the ideal generated by p of x or g of x belongs to the ideal generated by p of x. Since the ideal generated by p of x is prime ideal ആയതുകൊണ്ട് by the definition of a prime ideal, f of x into g of x belongs to this ideal implies either f of x or g of x belongs to this ideal. Okay. So if this f of x belongs to the ideal generated by p of x, then f of x ആണ് ഈ ideal generated by p of x ലുള്ളതെങ്കിൽ we can express this f of x as f of x equal to p of x into some function, some h of x എന്ന് represent ചെയ്യാൻ പറ്റും അല്ലേ. കാരണം the ideal generated by p of x നകത്തുള്ളത് എന്താണ്? This is a collection of all multiples of p of x അല്ലേ. So f of x belongs to the ideal generated by p of x implies f of x equal to p of x into some functions h of x. Okay. Or then if g of x belongs to the ideal generated by p of x, if g of x ആണ് ഈ ideal എങ്കിൽ then g of x can be represented as g of x is equal to some p of x into some function h of x. Okay. That means if f of x equal to p of x into h of x ആണെങ്കിൽ that means that this f of x has p of x a factor. f of x equal to p of x into g of x എന്നതിന് അർത്ഥം എന്താണ്? ഈ f of x ൻ്റെ ഒരു ഫാക്ടറാണ് p of x എന്നതാണ് അല്ലേ. And if g of x equal to p of x into h of x implies this p of x is a factor of g of x. Okay. അപ്പം ഈ p of x എന്ന് പറയുന്നത് f of x ൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ ഈ p of x ഈ ഫാക്ടറിൻ്റെ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ f of x ൻ്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലേ. നമുക്ക് ഏതൊരു എലിമെൻറ്റിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഫാക്ടേഴ്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എഫിൻ്റെ ഫംഗ്ഷനേക്കാൾ കുറവായിരിക്കും. കാരണം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡിഗ്രിയും ഈ ഫംഗ്ഷൻ്റെ ഡിഗ്രിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേണം നമുക്ക് ഈ എഫിൻ്റെ ഡിഗ്രി കിട്ടാൻ. സോ ദിസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇംപ്ലീസ് ദിസ് പി ഓഫ് എക്സ് ഹാസ് ഡിഗ്രി ലെസ് ദാൻ the degree of f of x. That is, from this degree of p of x less than degree of f of x ആയിരിക്കും. And from this we get degree of p of x less than degree of g of x ആയിരിക്കും. That is, we get either degree of p of x less than degree of f of x or degree of p of x less than degree of g of x. And this is a contradiction. കാരണം നമ്മൾ p of x എങ്ങനെയായിട്ട് ചൂസ് ചെയ്തത്? p of x equal to f of x into g of x such that degree of f of x less than degree of p of x എന്നായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയത് degree of p of x less than degree of f of x എന്ന് കിട്ടി. So this is not possible. And ഇവിടെ നമുക്ക് കിട്ടിയത് degree of p of x less than degree of g of x എന്നാണ്. പക്ഷേ നമ്മൾ എടുത്തേക്കുന്നത് എങ്ങനെയായിരുന്നു? degree of g of x less than degree of p of x ആണ്. So this is not possible. അതായത് നമ്മുടെ assumption p of x equal to f of x into g of x where degree of f of x less than degree of p of x and degree of g of x less than degree of p of x. ഈ assumption എന്ന് പറയുന്നത് തെറ്റായിരുന്നു. That is, we cannot express our function p of x as the product of two lower degree polynomials f of x and g of x, which means that the non-constant polynomial p of x is irreducible polynomial over f. Okay. അപ്പം നമ്മൾ ഇതെന്ന് പറയുന്നത്
ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്തത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് പി ഓഫ് എക്സ് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് സപ്പോസ് പി ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണെന്ന് എടുത്തു. അങ്ങനെ നമ്മൾ ചെയ്ത് ഫൈനലി നമുക്ക് നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു എന്ന് കിട്ടി. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫിലുള്ള ഒരു റെഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാം. അതായത് കോൺവേഴ്സ്ലി if p of x is irreducible over f, ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് മാക്സിമൽ. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് ദാറ്റ് the ideal generated by p of x subset of n, which is subset of capital F of x, where this n is the ideal of capital F of x. നമുക്ക് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് വി സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് അനദർ ഐഡിയൽ എൻ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എൻ വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പം ഈ ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് either n equal to capital F of x or n equal to the ideal generated by p of x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the ideal generated by p of x എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ since f is a field, every ideal in capital F of x is principal. അല്ലേ, നമ്മുടെ f എന്ന് പറയുന്നത് f is a field. എഫ് ഈസ് എ ഫീൽഡ് ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം അനുസരിച്ച് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ ഐഡിയൽസും എവരി ഐഡിയൽസ് ഇൻ ദ പോളിനോമിയൽ റിംഗ് എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ. ഇതിനകത്തുള്ള എല്ലാ ഐഡിയൽസും എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കും. അത് പ്രിൻസിപ്പൽ ഐഡിയൽ മീൻസ് അതിനകത്തുള്ള എല്ലാ ഐഡിയൽസും എന്ന് പറയുന്നത് എല്ലാ ഐഡിയൽസിനെയും നമുക്കൊരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ആൻഡ് ദിസ് എൻ ഈസ് ഓൾസോ ആൻ ഐഡിയൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അല്ലേ, ഈ എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഐഡിയൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് എൻ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. സോ എൻ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ മീൻസ് എൻ ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെൻറ്റ്. ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് നമുക്ക് എന്നിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു ideal generated by some g of x for some g of x belongs to n. Okay, now we have by our assumption the ideal generated by p of x is a subset of n. Alle, by our assumption the ideal generated by p of x is a subset of n, which implies the element p of x belongs to n. Okay, and if p of x belongs to n implies what is our n? P of x belongs to what is our n? N equal to the ideal generated by g of x. That is p of x belongs to the ideal generated by g of x. The ideal generated by g of x nathulla ella elements enganeyirikkum multiples of g of x aayirikkum. That implies p of x equal to g of x into some function q of x, for where q of x belongs to capital F of x. Okay, അപ്പോൾ നമുക്ക് കിട്ടി പി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടി. പക്ഷേ ബൈ അവർ അസംഷൻ പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ വി ഹാവ് ദ റിസൾട്ട് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് കനോട്ട് ബി റിട്ടേൺ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ലോവർ ഡിഗ്രി പോളിനോമിയൽസ് ജി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ രണ്ട് ലോവർ ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് പി ഓഫ് എക്സിന് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് implies either this implies either g of x or this q of x is of degree
0. പി എഫ് എക്സ് ഇറെഡ്യൂസിബിൾ ആയതുകൊണ്ട് അതിനൊരിക്കലും രണ്ട് ലോവർ ഡിഗ്രി പോളിനോമിയൽസിന് പ്രൊഡക്റ്റായി എഴുതാൻ പറ്റില്ല. പക്ഷെ നമുക്കിവിടെ കിട്ടി പി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ദെൻ either g of x or q of x must be of degree 0. ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കണം. ആൻഡ് ഇഫ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0, ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദിസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സി. അല്ലേ, ഒരു ഫംഗ്ഷൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സി. ഓക്കെ, ആൻഡ് ദിസ് ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എവിടെയാണ്? എഫിനകത്താണുള്ളത്. ആൻഡ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫീൽഡാണ്. അപ്പോൾ ആ ഫീൽഡിനകത്തുള്ള ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും അത് യൂണിറ്റ് ആയിരിക്കും. അല്ലേ, ദാറ്റ് ഇംപ്ലീസ് ദിസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ദെൻ എൻ ഈസ് എൻ ഐഡിയൽ കണ്ടെയ്നിങ് എ യൂണിറ്റ്. എൻ എന്ന് പറയുന്നത് ഈ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും. ദെൻ വി ഹാവ് ദ റിസൾട്ട് ഇഫ് R is a commutative ring with a unity and n is an ideal of R containing an unit, then we have n equal to R. ഇവിടെ നമ്മുടെ R എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് n is an ideal of capital F of x containing a unit. That implies n equal to capital F of x. And this is happened if n is generated by or capital F of x capital F of x is generated by a unit element, so g of x. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ആൻഡ് ഇഫ് ക്യൂ ഓഫ് എക്സ് ഈസ് ഓഫ് ഡിഗ്രി 0, ഇഫ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടി ദിസ് എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമലാന്ന് കിട്ടി. ഇനി നമ്മൾ എടുക്കുകയാണ് ഇഫ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് ഈസ് 0 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് വിച്ച് ബിലോങ്സ് ടു എഫ് ആയിരിക്കും. ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ഫ്രം ദിസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ്. Okay, that is g of x equal to what is our 1 by q of x? Q of x equal to c. So 1 by q of x equal to 1 by c into p of x. And this is a multiple of p of x. So this belongs to the ideal generated by p of x. Okay, that is നമ്മൾ ജി ഓഫ് എക്സിന് ചൂസ് ചെയ്തത് എന്നിലൊരു എലമെൻ്റ് ആയിരുന്നു. അല്ലേ, നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്നിലൊരു എലമെൻ്റ് ആയിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടി ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ദിസ് ഇംപ്ലൈസ് എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ആൻഡ് ഓൾറെഡി നമുക്കറിയാം ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. ആൻഡ് ഫ്രം ദിസ് ടു വി ഗെറ്റ് എൻ ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. Okay, that implies this ideal generated by p of x is maximal. ഒന്നുകൂടി പറയാം, നമ്മൾ കോൺവേഴ്സായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ സപ്പോസ് ചെയ്തു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫിനകത്തുള്ളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് മാക്സിമൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് വി സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് അനദർ ഐഡിയൽ എൻ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് the ideal generated by p of x is contained in n and which is subset of capital F of x. അങ്ങനെയാണെങ്കിൽ to prove the ideal generated by p of x is a maximal ideal, we need to prove that either this ideal generated by p of x equal to n or n equal to capital F of x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് എഫ് എന്ന് പറയുന്നൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പിൾ ആയിരിക്കും. അപ്പോൾ എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള ഒരു ഐഡിയലാണ്. അതുകൊണ്ട് എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഐഡിയലാണ്. സോ വി ലെറ്റ് എൻ ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, and also the ideal generated by p of x is a subset of n, which implies p of x belongs to n.
That implies P of x belongs to the ideal generated by G of x. Then what is our P of x? P of x equal to G of x into Q of x. Then which implies this G of x into Q of x belongs to the ideal generated by G of x. Okay. But our P of x is irreducible polynomial, which implies either G of x or Q of x is of degree 0, and if degree of G of x equal to 0, then we get n equal to capital F of x. N equal to capital F of x nutty, and if degree of Q of x equal to 0, then we get n is equal to the ideal generated by P of x. That implies the ideal generated by P of x is a maximal ideal. Okay.